പ്രിയ ദൈവമക്കളെ, വരുവാനിരിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കെൻ്റെ വന്ദനത്തെ അറിയിക്കുന്നു. ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത്, ലോകം ഏറ്റവും അപകടകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഇന്ത്യയും നമ്മളും അതിലുൾപ്പെട്ട കാര്യം നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കണം. ഈ ഇന്ത്യ തന്നെ ഇന്ന് ആയുധത്തിന് വേണ്ടി ചിലവാക്കുന്ന പൈസയും ഉണ്ടാക്കി കൂട്ടുന്ന ആയുധങ്ങളും നമ്മൾ അഭിമാനത്തോടുകൂടി പറയുന്നുണ്ട്. നമ്മൾ വലിയ ഒരു വികസിത രാജ്യത്തിൻ്റെ മുന്നിലേക്കുള്ള യാത്രയ്ക്കാണെന്നുള്ളത്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുകയും, ഏത് രാജ്യം ആയുധം മൂർച്ച കൂട്ടുന്നതും അത് ഒരു വലിയൊരു യുദ്ധത്തിനാണ് എന്നുള്ള കാര്യത്തിലേക്ക് നിങ്ങളെപ്പോഴും ഓർക്കണം. ഇന്ന് ലോകത്തിലെ യുദ്ധശ്രുതികൾ എവിടെ തിരിഞ്ഞാലും ഇന്ന് യുദ്ധശ്രുതികളാണ്. ഇന്ന് ലോകത്ത് നടക്കുന്ന 30-ൽ പരം യുദ്ധങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. ചെറുതും വലുതുമായ 30-ൽ പരം യുദ്ധങ്ങൾ ഇന്നിപ്പം ഈ സമയത്തിപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. വൻ ശക്തികൾ അവർ യുദ്ധത്തിന് കോപ്പ് കൂട്ടുകയാണ്. അണ്വായുധ രാജ്യങ്ങൾ യുദ്ധത്തിന് കോപ്പ് കൂട്ടുകയാണ്. അണ്വായുധമുള്ള പാകിസ്ഥാനും ഇന്ത്യയും, റഷ്യയും ഫ്രാൻസും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും, അമേരിക്കയും ചൈനയും, തൈവാനും ചൈനയും, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ഇന്ത്യയോടുള്ള യുദ്ധ കാഹളം മുഴക്കൽ മറ്റൊരു ഭാഗത്ത്. അത് തന്നെയല്ല, വിഘടനവാദികളും ഭീകരവാദികളും ഇന്ന് ലോകം മുഴുവനും നിറഞ്ഞാടുകയാണ്. ഇന്ന് ദൈവമക്കൾക്ക് എവിടെയും വസിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഒരു ആരാധന നടത്താൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ലോകം തള്ളപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് എല്ലാവിധ ദൈവമക്കളും ഇന്ന് വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം പല രാജ്യങ്ങളിൽ പല രീതിയിൽ പല ഭാവങ്ങളിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ഒന്ന് ആലോചിച്ചോ, ഇതിൻ്റെ പുറകിൽ സാത്താനാണ്. നമ്മൾ ഇന്ത്യയും പാകിസ്ഥാനുമായോ ചൈനയുമായോ ഏതൊരു രാജ്യം മറ്റൊരു രാജ്യത്തിൻ്റെ കാര്യങ്ങളിൽ യുദ്ധങ്ങളിൽ ഇടപെടാൻ പോകുമ്പോൾ നമുക്ക് ആ പറയുന്ന ന്യായങ്ങളാണ് നമ്മൾ പറയുക. പക്ഷേ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തിയെ നമ്മളാരും തിരിച്ചറിയുന്നില്ല. ലോകത്തിനെ നശിപ്പിക്കാൻ അലറുന്ന സിംഹത്തെ പോലെ സാത്താൻ വട്ടം ചുറ്റി നടക്കുകയാണ്. ദൈവമക്കളെ ഏറ്റവും കൂടുതൽ ദൈവത്തിലേക്ക് അടുത്തു വന്ന് ദൈവത്തിൻ്റെ കൂടെ നടക്കേണ്ട ഏറ്റവും അടുത്ത ഒരു സമയമായി എന്നുള്ളത് നമ്മളെപ്പോഴും ഓർക്കുന്നത് നല്ലതാണ്. ലോകത്തെ മുഴുവനും നശിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ട് അലറുന്ന സിംഹത്തെ പോലെ സാത്താൻ നടക്കുന്ന കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആരാധനാലയങ്ങളിലും നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാലയങ്ങളിലും പല വേദികളിലും ഇന്ന് ദൈവം വാസം ചെയ്യുന്നില്ല. ആ കാര്യം സത്യമാണ്. വാസം ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യത്തിലല്ല ഇന്ന് ഓരോ ദേവാലയങ്ങളിലും ഹാളുകളിലോ ദൈവത്തെക്കുറിച്ച് പ്രാർത്ഥിക്കുന്ന എവിടെയും സ്വാർത്ഥതയും ലാഭക്കൊതിയും സ്ഥാനമാനങ്ങളും ഇതൊക്കെയാണ് ഇന്ന് നിഴലിക്കുന്നത്. ഇന്ന് പരസ്പരം പോരുവിളികളാണ്. സഭകളായും ഏത് അവസ്ഥ എടുത്താലും എല്ലാവരും ഈ ക്രിസ്തുവിൻ്റെ പേരിലുള്ളവർ തന്നെ പോർവിളികൾ നടത്തുകയാണ്. ആ അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇന്ന് ദൈവജനം പെരുവഴിയിലാണ്. ഇതൊരു വലിയൊരു സത്യമാണ്. ദൈവജനം ഇന്ന് പെരുവഴിയിലാണ്. നിങ്ങൾ നിങ്ങളുടെ ദൈവത്തെ നിങ്ങളുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച് ആരാധിക്കുക. അതല്ലാതെ മറ്റെവിടെയെങ്കിലും രക്ഷയുണ്ട് എന്ന് കരുതി മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ സാത്താൻ്റെ കെണിയിൽ പെടാൻ എല്ലാ സാധ്യതകളുമുണ്ട്. ഇതിൽ ഏറ്റവും വലിയ ഒരു മർമ്മം ഒളിഞ്ഞിരിക്കുന്നത് ആൻറ്റിക്രൈസ്റ്റിൻ്റെ വരവ് ഏറ്റവും അടുത്ത നിമിഷത്തിൽ സംഭവം ഉണ്ടാകുമെന്നുള്ളത് ഇന്ന് ലോക അത്ഭുതങ്ങളും ലോക അടയാളങ്ങളും ഇന്ന് ലോക ടെക്നോളജികളെല്ലാം വിളിച്ചു പറയുന്നു. ഇനി ഒരു AI സംവിധാനം വരുന്നുണ്ട്, ഉറപ്പിച്ചു വെച്ചോ. അത് കമ്പ്യൂട്ടറിനെ കവച്ചു വെച്ച് AI വരുന്നത് അത് സാത്താൻ്റെ ഏറ്റവും വലിയ ടൂളായിരിക്കും എന്നുള്ളത് മുന്നറിയിപ്പ് തരികയാണ്. നിങ്ങൾ വ്യക്തിപരമായി ദൈവത്തിനോടുള്ള പ്രാർത്ഥന തുടങ്ങേണ്ട സമയമാണ്. ഈ പറയുന്ന വാക്ക് ഉറപ്പിച്ച് മനസ്സിൽ എഴുതി വെച്ചോ. എവിടെ പ്രാർത്ഥനയ്ക്ക് ചെന്നാലും അത്ഭുതങ്ങൾ അടയാളങ്ങളും ഹാളിലോ പള്ളികളിലോ എവിടെ പോയി കഴിഞ്ഞാലും ഇന്ന് ദൈവം അവിടെ വാസം ചെയ്യുന്നില്ല. നിങ്ങൾ വ്യക്തിപരമായി ദൈവത്തെ നിങ്ങളുടെ ഹൃദയത്തിൽ തന്നെ പ്രതിഷ്ഠിച്ച് മുന്നോട്ട് പോവുകയായിരിക്കും ഏറ്റവും നല്ലത്. ഈ വാക്കുകളെ ഞാൻ ദൈവത്തിന് നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു. ആമേൻ.